മിനിമം മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള 8ാം ക്ലാസ് പരീക്ഷാ ഫലം മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. ഹിന്ദിയിലാണ് കൂടുതൽ പേരും പിന്നിലായത്. അല്ല ബാബുമാഷെ, ഹിന്ദി ഇത്ര ടഫാണോ? ഹിന്ദി ഇത്ര ടഫല്ല. പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളിലും വെച്ചിട്ട് ഏറ്റവും എളുപ്പമായ വിഷയം ഹിന്ദിയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് സാർ, ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും ടഫായ വിഷയമായിട്ടാണ് കുട്ടികൾ പറയുന്നത്. തീർച്ചയായും ഞാൻ പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഏറ്റവും എളുപ്പമായതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ പഠിക്കേണ്ടുന്ന രീതിയിലല്ല പഠിക്കുന്നതെങ്കിൽ അത് ടഫായി മാറും. തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്ന പോലെയാണ് കുട്ടികളെ സംബന്ധിച്ചോളം ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് വായിക്കാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് ഈ ഭാഷ പഠിക്കുന്നതിന് പ്രയാസപ്പെടുന്നത്. ഉദാഹരണം സാറ്, നമ്മൾ ഹിന്ദി ഭാഷയിൽ അപ്പോൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും 11 സ്വരാക്ഷരങ്ങളും 33 വ്യഞ്ജനാക്ഷരങ്ങളും കുട്ടികൾ എഴുതി പഠിച്ചിട്ട് അവർ പറയും, നമ്മളിപ്പോൾ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ ഹിന്ദി അക്ഷരം പഠിച്ചോ? യെസ് സാർ, ഞാൻ അക്ഷരം പഠിച്ചു. സ്വരാക്ഷരം പഠിച്ചോ? സർ. വ്യഞ്ജനാക്ഷരം പഠിച്ചോ? യെസ്. വായിക്കോ? കുറച്ചൊക്കെ. കാരണം ഈ കുട്ടിക്ക് ഇത്രയും അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ 44 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ മാത്രമേ വായിക്കാൻ പറ്റൂ, ഒരു 20% വാക്കി. ബാക്കി 80% വാക്കുകൾ നമുക്ക് അവർക്ക് വായിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സർ, ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരു അക്ഷരം എടുക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷനും ഇല്ല. അതുപോലെ ഹിന്ദി ഭാഷയിൽ നമ്മൾ ക എന്ന് പറയുന്ന അക്ഷരം എടുക്കുക, കുട്ടി ഈ കാ ഖ ഖ ഖ ചാ 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 എന്നൊക്കെ പഠിച്ചു. പക്ഷേ ക എന്ന് പറയുന്ന അക്ഷരത്തെ ക ക കി കി കു കു കൃ കെ കൈ കോ കൗ കം ക ഇങ്ങനെ 13 അക്ഷരങ്ങളിലേക്ക് മാറ്റാനുണ്ട്. അത് കുട്ടി പഠിക്കാതെ ഈ അക്ഷരം വെച്ചിട്ട് പഠിക്കുന്നു. അപ്പോൾ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും മാത്രമുള്ള ഒറ്റ പേജിലുള്ള അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഹിന്ദി അക്ഷരം പഠിക്കാൻ പറ്റില്ല. ഇതേപോലെ സിമ്പിൾ ആണെങ്കിൽ ഹിന്ദി സിമ്പിൾ ആണ് എന്നാണ് ബാബുമാഷി. അതായത് ഓരോ അക്ഷരത്തിനും സാർ നമ്മൾ അങ്ങനെ 13 ആക്കി മാറ്റുമ്പോൾ 481 അക്ഷരം നമ്മൾ പഠിക്കാനുണ്ടാവും. 481 അക്ഷര രൂപങ്ങൾ. ഈ 481 അക്ഷര രൂപങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനോ ഹിന്ദി വായിക്കാനോ പറ്റില്ല. ഹിന്ദി വായിക്കാൻ അറിയില്ലെങ്കിൽ 481 അക്ഷരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പ്രയാസമാവോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്? സാർ, 481 അക്ഷരങ്ങൾ എഴുതാൻ ഒരുപാട് പേജുകൾ വരില്ലേ എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കും. തീർച്ചയായും ഉറപ്പല്ല, നമ്മൾ സാധാരണ എഴുതിയാൽ തന്നെ ഒരുപാട് പേജുകൾ വരില്ലേ? ഇല്ല സാറേ, നമ്മൾ ഒരു A4 ഷീറ്റിന്റെ 2 പുറവും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 481 അക്ഷരം കിട്ടും. അതായത് ഒരു വരിയിൽ നമ്മൾ ക എന്ന് പറഞ്ഞ അക്ഷരം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക ഖ കി കി കു കു കൃ കെ കൈ കോ കൗ കം ക, പിന്നെ ഘ ഘ ഘ ഗി ഗി ഗു ഗു, അങ്ങനെ അവസാനം ഹ ഹ ഹി എല്ലാ അക്ഷരങ്ങളും ആക്കുമ്പോൾ ആദ്യത്തെ പേജിൽ ഒരു 20 വരി എഴുതാം, മറുവശത്ത് ഒരു 17 വരി എഴുതുക. അപ്പോൾ 481 അക്ഷരമായി. ഇത് എഴുതിയെടുക്കാൻ മനസ്സിരുത്തി ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചാൽ ആ കുട്ടിക്ക് ഹിന്ദിയിലുള്ള ഏതൊരു വാക്കും, 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയാവട്ടെ, അവന് PG ക്ക് പഠിക്കാൻ ആ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചാൽ അവൻ വായിക്കും. കാരണം ഈ അക്ഷരം കൊണ്ടാണ് അവിടെ എഴുതി ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ വാക്കിന്റെ അർത്ഥങ്ങളേക്ക് പഠിക്കുന്നത്. അപ്പോൾ ഇത്ര ലളിതമാണ് ഹിന്ദി എന്നാണ് സാർ പറയുന്നത്. മാത്രമല്ല പിന്നീട് നമ്മൾ വാക്കുകൾ സാർ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ സെന്റൻസ് ഉണ്ടാക്കാൻ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ഉണ്ടാക്കാൻ, നമ്മളെ മനസ്സിൽ തോന്നുന്ന വാക്കുകളെ ഹിന്ദിയാക്കി മാറ്റാൻ ഒരുപാട് കുട്ടികൾ പരീക്ഷ. കുട്ടികൾക്കൊക്കെ പ്രൈമറി മുതലേ ഉള്ള ഒരു ഡൗട്ടാണ് എന്ത്, ഹിന്ദി വാക്കുകളാക്കി എഴുതാനൊരു പ്രയാസം. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അത് പഠിക്കേണ്ടുന്ന ഒരു രീതിയുണ്ട് സാർ, അതിന്റെ ഒരു താളമുണ്ട്. ആ താളത്തോടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഗംഭീരമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ സാർ 8ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് ഒന്നും വായിക്കാൻ അറിയാതെ ഒരു കുട്ടി വരികയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മൾ യോദ്ധാ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടേ സാർ നമ്മൾ ക്ലാസ്സിലേക്ക് പോകും. ഒരു എപ്പിസോഡായിട്ടല്ല പഠിപ്പിക്കുന്നത്, ഇത് തന്നെ കുറെ എപ്പിസോഡുകളായിട്ട് ഓരോ ഗ്രാമർ എത്രയാണോ പഠിക്കുക. അപ്പോൾ ഒരുപാട് ഉണ്ടാവും ഗ്രാമറൊക്കെ, പക്ഷെ അത്ര ഒന്നും നമുക്ക് ഒരിക്കലും കുട്ടികൾക്ക് വേണ്ടതായിട്ടുണ്ടാവില്ല. എന്താണോ കുട്ടികൾക്ക് വേണ്ടത് അത് മാത്രം പഠിപ്പിക്കും. അതിന് നമ്മൾ നിഞ്ച ബാച്ചിലേക്ക് ഒരു കുട്ടിയെ വരികയാണ്, ആ കുട്ടിക്ക് ഹിന്ദി എഴുതാനും വായിക്കാനില്ല, അവിടെയും നമ്മൾ ഇതാണ് തുടങ്ങുന്നത്. ഇനി നമ്മൾ അസ്ത്ര ബാച്ചിൽ ഒരു കുട്ടി ആദ്യമായി നമ്മൾ ചേരുക, പക്ഷെ ആ കുട്ടി ഹിന്ദി എഴുതാനും വായിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസം പാഠമല്ല തുടങ്ങുന്നത്. ആ കുട്ടികൾക്കും LKG UKG ലെവൽ റേഞ്ചിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാഠം പഠിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസ്ത്ര ബാച്ചുകളിലും നമ്മുടെ നിഞ്ച ബാച്ചുകളിലും നമ്മുടെ യോദ്ധാ ബാച്ചുകളിലൊക്കെ ചേരുന്ന എല്ലാ കുട്ടികളും പറയുന്നത് വളരെ മനോഹരമായിട്ട് ഹിന്ദി പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്ന് സാർ. തീർച്ചയായും അതിൻ്റെ ഒക്കെ ഒരു മെയിൻ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗ്രാമർ പാർട്ട് നമ്മൾ ഓരോ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പൃഥ്വി ബാച്ച് 5ാം ക്ലാസ്സിന് ഒരു ബാച്ചാണ്. അപ്പോൾ അവിടെ മാത്രമായിരിക്കും ചിലപ്പോൾ ഗ്രാമർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അല്ലല്ല, നമ്മൾ ഏത് ക്ലാസ്സിലേക്ക് ചേരുകയാണെങ്കിലും ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് അവിടെ ആ കുട്ടിക്ക് സെന്റൻസ് ഉണ്ടാക്കാനും വായിക്കാനും വേണ്ട രീതിയിലുള്ള ഗ്രാമർ അവിടെ കൊടുക്കും. 6th സ്റ്റാൻഡേർഡിൽ എടുക്കുമ്പോൾ 5th പറഞ്ഞിട്ട് 6th പറയും. 7th നമ്മൾ എത്തുമ്പോൾ 5th 6th പഠിക്കേണ്ടിരുന്ന ഗ്രാമർ ഭാഗം വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടി ആദ്യമായി
ചേരുകയാണെങ്കിൽ, അല്ലെങ്കിൽ 9th ചേരുകയാണെങ്കിൽ 8th ചേരുകയാണെങ്കിൽ ആ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, 4th 5th ബേസായി പഠിക്കേണ്ടുന്ന 6-7 വർഷം നഷ്ടപ്പെട്ടു പോയ എല്ലാ ഗ്രാമർ ക്ലാസ്സുകളെയും പുറത്തിണക്കി നമ്മൾ കറക്റ്റ് എപ്പിസോഡുകളാക്കിയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അത് ഒന്നിച്ച് മലമറക്കി കൊടുക്കല്ലേ സാർ, കുറേശ്ശെ. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാം സെറ്റായി പോകുന്ന രീതിയിലാണ്. തീർച്ചയായും. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അവർക്ക് ചിലപ്പോൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ ഒരു പ്രയാസം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന സമയത്ത് അവർ വളരെ എൻജോയ് ചെയ്ത് ഫ്രീ ആയി അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഭാഷ ഹിന്ദിയായി മാറുന്നു. അതെ, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് മക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രയാസപ്പെടുന്ന കുട്ടിയായി മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ വിവരം അറിയിച്ചിട്ട് നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിലെ സൈലം ആപ്പ് പർച്ചേസ് ചെയ്യുക. ഉദാഹരണമായിട്ട് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരു ഹിന്ദിയുടെ പ്രയാസം കണ്ട് നമ്മൾ 8ാം ക്ലാസ്സിന്റെ ഒരു രീതിയിൽ, അപ്പോൾ അതിൽ നമുക്ക് വരുന്ന റിസൾട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റിരിക്കുന്നത് അല്ലെങ്കിൽ E ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഹിന്ദിയാണെന്നാണ്. അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. തീർച്ചയായും. പക്ഷെ എന്നാലോ ഏറ്റവും ലളിതമായ ഭാഷകളിൽ ഒന്നാണ്, ഭാഷകൾ നല്ല കുട്ടികൾ പഠിക്കാനുള്ള മൊത്തം വിഷയങ്ങൾ ഏറ്റവും എളുപ്പം ഹിന്ദിയാണ്. എന്തുകൊണ്ടാണത്? ട്യൂൺ ചെയ്ത് പഠിക്കുന്നതിൽ വന്ന പ്രയാസങ്ങളാണ്. അതെ, ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ, യോദ്ധ ബാച്ചിൽ, നിഞ്ച ബാച്ചിലുള്ള മക്കൾക്കൊക്കെ അറിയാം. ബേസിക് മുതൽ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു. അപ്പോൾ ആദ്യം മുതലേ വെക്കേഷനാണ്, അതുകൊണ്ട് ഇനി 2 മാസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ ജോയിൻ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഒരിക്കലും ചെയ്ത് ആദ്യം മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ബാച്ചിലേക്ക് വരണം. അപ്പോൾ എന്താണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്നൊക്കെ എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലൈവായിട്ട് എല്ലാ ദിവസവും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ നമുക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ട് നമ്മുടെ ക്ലാസ്സുകളുണ്ട്. പിന്നെ ഓരോ ലൈവിൻ്റെ അവസാനം നമ്മളോട് ഇന്ററാക്ട് ചെയ്യുക. അതേപോലെ ലൈവിൻ്റെ അവസാനമുള്ള സ്ലൈഡ്സ് ഇവർക്ക് ആ ഫ്രഷ്നെസ്സോട് കൂടി അവർക്ക് കൊടുക്കുകയാണ്, ലൈവിൻ്റെ അവസാനത്തോട് കൂടി കൊടുക്കുക. അതേപോലെ ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് എക്സാം നടത്തും. ഈ എക്സാം നടത്തിയതിന് ശേഷം അതേ ദിവസം രാത്രി വൈകുന്നേരം 6 മണിക്കൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി എഴുതിയിട്ട് ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോട് കൂടി എന്ത് ചെയ്യാൻ പോവാണ്. മാത്രമല്ല നമ്മളെ കുട്ടികൾ ചിലപ്പോൾ നമ്മളെ ആപ്പുകളിലൊക്കെ നമ്മൾ സാർ ഞാൻ ഇത്രയും കാലം ഹിന്ദി വായിക്കാൻ അറിയാത്തവരായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഹിന്ദി വായിക്കുന്നത്, ഈ വർഷം എനിക്ക് ഫുൾ A+ ഹിന്ദിയും വന്നതിൽ വളരെ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാനിടയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളെ, ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാട്ടെ അല്ലേ, ആണെങ്കിലോ യോദ്ധ ആണെങ്കിലോ അസ്ത്ര ആണെങ്കിലോ ഏത് ബാച്ച് ആണെങ്കിലും നിങ്ങൾ ബേസ് മുതൽ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ സുന്ദരമായിട്ട് എഴുതാനും വായിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഹിന്ദിയിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. സെറ്റ്. അപ്പൊ ബാബു സാർ പറഞ്ഞ പോലെ ബാബു സാർ പറയുന്നുണ്ട് ഒരുപാട് മക്കൾ നമ്മളോട് സന്തോഷം പറഞ്ഞു. അപ്പൊ ഈ ഒരു നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങളും ഇതിന് ശേഷം നമ്മളോട് സന്തോഷം പങ്കിടണം. നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയാക്കാം. അപ്പൊ നമ്മുടെ ബാച്ചിലേക്ക് എല്ലാവരും കയറി പോരെ, നമുക്ക് സെറ്റ് ആക്കാം. ബൈ.